ഇറാനുമേലുള്ള അമേരിക്ക ഇസ്രയേൽ ആക്രമണങ്ങളിൽ ദില്ലിയിൽ ഇടതു പാർട്ടികളുടെ പ്രതിഷേധം. ദില്ലി ജന്തർ മന്ദറിൽ നടക്കുന്ന പ്രതിഷേധത്തിൽ CPIM, CPI നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. സ്ഥലത്ത് നോബിൾ മാരിക്കാനുണ്ട്. നോബിൾ, ജന്തർ മന്ദറിൽ പ്രതിഷേധങ്ങൾ നടക്കുന്നു. CPM-ഉം CPI-യുമാണോ പ്രതിഷേധത്തിലുള്ളത്, അതോ ഇടത് സംഘടനകൾ മുഴുവനുണ്ടോ? സ്മൃതി, ദില്ലി ജന്തർ മന്ദറിൽ ഇടത് സംഘടനകളുടെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാനിൽ തുടരുന്ന ഇസ്രായേൽ, അമേരിക്ക അത്തരത്തിലുള്ള അധിനിവേശം അടക്കം, ഒപ്പം ഇത്തരത്തിൽ വരുന്ന ആക്രമണം അടക്കമുള്ള കാര്യങ്ങളെ പൂർണ്ണമായി അപലപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇടത് പാർട്ടികൾ എന്ന് പറയുന്നത് CPI, CPI, അതോടൊപ്പം CPML, അതോ മറ്റ് ഇടത് പാർട്ടികൾ, ഫോർവേഡ് ബ്ലോക്ക് അടക്കമുള്ള മറ്റ് ഇടത് പാർട്ടികളും എല്ലാം ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി എന്താണെങ്കിലും ഇവിടെ എത്തിയിട്ടുണ്ട്. വലിയ ആവശ്യങ്ങൾ ഇത് ഉന്നയിക്കുന്നു. പ്രത്യേകിച്ച് ഈ പശ്ചിമേഷ്യ അടക്കമുള്ള മേഖലകളിൽ സമാധാനം പുനഃസ്ഥാപിക്കണം, ഒപ്പം ഖമനേയി വധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇന്ത്യ നിലപാട് അറിയിക്കണം, ഇന്ത്യ തുടരുന്ന ഈ മൗനം അടക്കമുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടാണ് എന്തായാലും പ്രതിഷേധം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. നിരവധി വിദ്യാർത്ഥികളടക്കം ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാവുന്നുണ്ട്. CPI നേതാക്കളടക്കം നോക്കി വയ്ക്കാം. എന്താണ് ഈ പ്രതിഷേധത്തിൽ നിങ്ങൾ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്? ഇറാനെതിരെയുള്ള ആക്രമണത്തിനെതിരെയാണ് ഇന്ന് ഇവിടെ പ്രതിഷേധം. അമേരിക്കൻ സാമ്രാജ്യവാദിത്വം, അതിനെതിരാണ് ഇസ്രായേലിന്റെ ഒരു ആക്രമണം, അതിനെതിരെയാണ് നമ്മൾ ഇന്ന് ഇവിടെ പ്രതിഷേധിക്കാനായിട്ട് വന്നിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഇന്ത്യ ആണെങ്കിൽ ഒരു നിലപാട് എടുക്കണം എന്നതാണ് നമ്മളുടെ ആവശ്യം. ഇന്ത്യ സർക്കാർ നിശബ്ദരായിരിക്കാതെ, ഒരു നിഷ്പക്ഷ നിലപാടെടുക്കാതെ കറക്റ്റായിട്ട് ഇറാനൊപ്പം നിൽക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ഈ പ്രതിഷേധത്തിലൂടെ ഇവിടെ അറിയിക്കുന്നത്. ഇവിടുത്തെ ഞങ്ങളുടെ യുവാക്കൾ, യൂത്ത്സ് ആയിക്കോട്ടെ, സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഞങ്ങൾ എല്ലാവരും ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്, ഈ പ്രതിഷേധത്തിൽ എത്തിയിരിക്കുന്നത് ഇന്ത്യ കറക്റ്റായിട്ട് ഒരു നിലപാട് സ്വീകരിക്കണമെന്നുള്ള ഒരു ആവശ്യം. ഖമനേയി വധത്തിൽ ഇതുവരെ ഇന്ത്യ നിലപാട് പറഞ്ഞിട്ടില്ല. ഖമനേയി വധവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഇന്ത്യ നിലപാട് പറഞ്ഞു. അതിനെങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? അതാണ് പറഞ്ഞത്, നിലപാട് ഇന്ത്യ വ്യക്തമാക്കണം. അതാണ് ഞങ്ങൾ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. അവരവരുടെ നിലപാട് കറക്റ്റായിട്ട് വ്യക്തമാക്കണം എന്നുള്ളൊരു കാര്യമാണ് ഞങ്ങൾ ഇത് ആവശ്യപ്പെടുന്നത്. സ്മൃതി, എന്താണെങ്കിലും വലിയ പ്രതിഷേധമാണ്. കാരണം ഒരുപാട് വിദ്യാർത്ഥികളും പ്രധാനപ്പെട്ട CPM-ന്റെ ഒക്കെ നേതാക്കൾ, ബൃന്ദാക്കാരുടെ അടക്കമുള്ള നേതാക്കൾ അല്പം മുമ്പാണ് ഇവിടെ പ്രസംഗിച്ച് മടങ്ങിയത്. അത്തരത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇവിടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് എത്തുകയും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാവുകയും ചെയ്തു. കാരണം നിലവിൽ തുടരുന്ന ഈ സംഘർഷത്തിന് അയവുണ്ടാകണം, ഈ സംഘർഷം അവസാനിപ്പിക്കേണ്ട സാഹചര്യമുണ്ട്. അതുമാത്രമല്ല, പലയിടത്തും ഇന്ത്യക്കാരായ ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ഖമനേയി വധം എന്ന് പറയുന്നത് ഒരു പരമാധികാര രാഷ്ട്രീയമുള്ള കടന്നുകയറ്റമാണ് തുടങ്ങിയ വിമർശനങ്ങളൊക്കെ ഈ ഇടത് പാർട്ടികൾ എന്താണെങ്കിലും ഉന്നയിക്കുന്നു. ഈ പ്രതിഷേധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന പല നേതാക്കളും ഈ സമരവേദിയിൽ എത്തി പ്രസംഗിച്ച് മടങ്ങുകയും ചെയ്യുന്നുണ്ട്. അതായത് പ്രതിഷേധം വരും മണിക്കൂറുകൾ ഇവിടെ തുടരും എന്നാണ് ഇവർ വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ ഷിയ വിഭാഗത്തിന്റെ വലിയ പ്രതിഷേധം ഈ ജന്തർ മന്ദിറിൽ ഉണ്ടായിരുന്നു. അതിന് നമ്മൾ സാക്ഷ്യം വഹിച്ചാണ്. വലിയ പ്രതിഷേധമായിരുന്നു. ഇപ്പോൾ വരും ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിൽ സമാനമായി, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഒരു നിലപാട് പറയാത്ത പശ്ചാത്തലത്തിൽ, ഖമനേയി വധവുമായി ബന്ധപ്പെട്ട് നിലപാട് പറയാത്ത പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിലും ഇതേ പ്രതിഷേധം തുടരും എന്നാണ് ഈ സമരക്കാർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. സ്മൃതി, ശരി. നോബിൾ മാരിക്കാരനാണ് ജന്തർ മന്ദറിൽ നിന്നും പ്രതിഷേധ പരിപാടിയുടെ വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നത്.